കഴിഞ്ഞ ദിവസം നമ്മളെ ഹോസ്പിറ്റലിന് മുമ്പ് കടന്നുപോയ ലിജി എന്ന് പറഞ്ഞ ഫാർമസിസ്റ്റ്, അവളെ അമ്മക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നപ്പോ ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് പോര്, നമ്മൾ ഈ കുടുംബത്തിലേക്ക് വന്നോ, നിന്നെ നന്നായി പരിചരിക്കാൻ വനിതാ മാഡവും സജിനി മാഡവും അവിടുത്തെ സ്റ്റാഫുകളും ഇവിടുത്തെ സ്റ്റാഫുകളും ഇവിടെ ഉണ്ടാവും, അവിടെ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ട് വന്നോ എന്ന് പറഞ്ഞു. അവര് വലിയൊരു ഹോസ്പിറ്റലിൽ പോകാൻ നിന്നതാ. എന്നോട് ചോദിച്ചു ഞാൻ എവിടെ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞ് അവിടെ പോയിട്ട് ഏറ്റവും നൂതനമായിട്ടുള്ള ലേറ്റസ്റ്റ് സർജറി ചെയ്യാം. ഞാൻ പറഞ്ഞു, മോളു അത്ര നൂതനമായ സർജറി ഒന്നും ചെയ്താൽ അത് ഗർഭപാത്രം എടുത്തു കളയേണ്ട ഒരു സർജറിയാണ്, അത് എടുത്തു കളഞ്ഞാൽ വിജയിക്കില്ല. നീ ഇങ്ങോട്ട് പോര്, നിനക്ക് നല്ല അടിപൊളിയായിട്ട് മാഡം ഒന്ന് സർജറി ചെയ്തു തരും, ലോകത്തെ ഏറ്റവും വലിയ സർജൻ ചെയ്യുന്നേക്കാളും അടിപൊളിയായി ചെയ്തു വരും എന്ന് പറഞ്ഞപ്പോ അവസാനം ഇവിടെ വന്നു. വളരെ അപ്പം പോകാൻ നേരത്തെ ഞാൻ പിന്നീട് അവരവിടെ എത്തിയതിനു ശേഷം ഞാൻ ചോദിച്ചു, ലിജി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നിങ്ങൾക്ക് വളരെ നല്ല സർവീസ് ആയിരുന്നു, റൂം അടിപൊളിയായിരുന്നു. നമ്മുടെ റൂം പുതിയത് ഉണ്ടാക്കിയതാണല്ലോ, റൂം അടിപൊളിയായിരുന്നു, സ്റ്റാഫുകളുടെയും മാഡന്മാരുടെയും ഒക്കെ പ്രകടനം, അവരുടെ പെരുമാറ്റം അടിപൊളിയായിരുന്നു. അമ്മ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത്. അത് തന്നെയാണ് ഈ ഹൃദയത്തിന്റെ മിടിപ്പായി ഓക്സിജനായി നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അതാണ് പറയുന്നത്, ആശുപത്രി എന്ന് പറയുമ്പോൾ അതൊരു കേവലം രോഗികൾ വന്നു പോകുന്ന ഒരു സ്ഥാപനമല്ല, അതൊരു കുടുംബം പോലെയാണ്.